നമ്മുടെ നൊമ്പരത്തിലും പ്രണയത്തിലും വിരഹത്തിലും സന്തോഷത്തിലും എത്രയോ വട്ടം കൂട്ടുവന്ന ശബ്ദമാണ് പി ജയചന്ദ്രൻ എന്ന പ്രതിഭയുടെ മനോഹര ശബ്ദം. ആരും ഒരാളോടും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. 80 വയസ്സിൻ്റെ നിറവിലെത്തിയ ജയേട്ടനും ഏകാന്ത പതികൻ ഞാൻ എന്ന തൻ്റെ ആത്മകഥയിൽ ഇങ്ങനെ വെളിപ്പെടുത്തി. ദൃശ്യം, ആമേൻ, നോട്ടം എന്നീ സിനിമകളിൽ ജയചന്ദ്രനെ കൊണ്ട് പാടിക്കുകയും ഒടുവിൽ ആ സിനിമ റിലീസായപ്പോൾ മറ്റൊരാളുടെ ശബ്ദം ഉപയോഗിക്കുകയും ചെയ്ത ആത്മനൊമ്പരമാണ് ജയേട്ടൻ പങ്കുവെക്കുന്നത്. തൻ്റെ ശബ്ദം വേണ്ടെന്ന് വെച്ചതിലല്ല, അക്കാര്യം ഒന്ന് മുൻകൂട്ടി അറിയിക്കാനുള്ള മാന്യത കാട്ടാതിരുന്നതാണ് മുറിവേൽപ്പിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. ദൃശ്യം എന്ന സിനിമയിൽ സംഭവിച്ചതിനെപ്പറ്റി ജയേന്ദ്രൻ പറഞ്ഞു, ഒരു പുതിയ പയ്യനാണ് ദൃശ്യത്തിന് സംഗീതമൊരുക്കിയത്. അയാൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ പലവട്ടം പാടിക്കൊടുത്തു. റെക്കോർഡിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ അവരെന്നോട് അതൃപ്തിയൊന്നും പറഞ്ഞുമില്ല. പിന്നീട് പാട്ട് റിലീസായപ്പോഴാണ് അറിയുന്നത് ശബ്ദം മാറ്റിയെന്ന്. ട്രാക്കിലെ വോയിസ് തന്നെ ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഒരു സീനിയറായ കലാകാരൻ എന്ന നിലയ്ക്ക് അത് എന്നോടൊന്ന് സൂചിപ്പിക്കുകയെങ്കിലും ചെയ്യണ്ടേ. ഒരിക്കൽ കൂടി വന്ന് പാടിത്തരണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. ഇതും പോരാഞ്ഞ് എൻ്റെ തെറ്റാണെന്ന് വരുത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നു. ആമേൻ എന്ന സിനിമയിലും സമാനമായ സംഭവമുണ്ടായി. പാട്ട് പാടിത്തീർന്നപ്പോൾ അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്നോട് പാട്ടിൻ്റെ സ്റ്റൈലൊന്നും മാറ്റി പാടിത്തരണമെന്ന് പറയുന്നു. അടുത്തയാഴ്ച ഞാൻ നാട്ടിലുണ്ടാവില്ലെന്ന് പറഞ്ഞു. പാട്ടിൻ്റെ പ്രതിഫലം ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് എന്നെ ആരും വിളിച്ചില്ല. മാറ്റങ്ങൾ ഉണ്ടാവില്ലെന്ന് ഞാൻ കരുതി. പക്ഷേ അതും പാട്ടുകാരനെ മാറ്റി. എൻ്റെ ആലാപനം അവർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. ഇഷ്ടപ്പെടണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ ശബ്ദം മാറ്റിയ കാര്യം ഒന്നറിയിക്കണ്ടേ. ജയചന്ദ്രൻ വളരെയേറെ വിലമതിക്കുന്ന സംഗീത സംവിധായകനാണ് നമ്മുടെ എം ജയചന്ദ്രൻ. വാത്സല്യപൂർവ്വം കുട്ട എന്നാണ് വിളിക്കുന്നത് പോലും. എന്നിട്ടും സമാനമായ അനുഭവം അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായി. അത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയാത്ത ഒരു നൊമ്പരമായി തീർന്നു. നോട്ടം എന്ന ചിത്രത്തിന് വേണ്ടി എം ജയചന്ദ്രൻ ഈണം വിട്ട ഒരു ഗാനം എൻ്റെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്തു. വളരെ മനോഹരമായ ഒരു ഗാനം. മെല്ലെ മെല്ലെ മെല്ലെയാണ് ഈ യാത്ര. ഞാൻ ഏറെ സന്തോഷത്തോടെയാണ് റെക്കോർഡിങ് കഴിഞ്ഞിറങ്ങിയത്. കുറച്ച് നാളുകൾക്ക് ശേഷം കുട്ടൻ എന്നെ വിളിച്ചു, ജയേട്ടാ, ആ പാട്ടിൽ ചെറിയൊരു മാറ്റം വരുത്താനുണ്ട്. ഞാൻ ചെന്നൈയിൽ വരുന്നുണ്ട്, ഒന്ന് പാടിത്തരണം. അതിനെന്താ വിഷമം, ഞാൻ പാടിത്തരാമല്ലോ എന്ന മട്ടിൽ ഞാൻ മറുപടിയും പറഞ്ഞു. പക്ഷേ പിന്നീട് വിളിയൊന്നും ഉണ്ടായില്ല. വളരെ നാൾ കഴിഞ്ഞാണ് അറിഞ്ഞത് ആ ഗാനം അയാൾ തന്നെ പാടി സിനിമയിൽ ചേർത്തു. സത്യത്തിൽ എനിക്കൊരല്പം സങ്കടം തോന്നി. അയാൾക്ക് പാടണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് എന്നെക്കൊണ്ട് പാടിച്ചത്? ഇങ്ങനെ ഒരു മാറ്റം വേണ്ടി വന്നു എന്ന് പറയാതിരുന്നതിലാണ് എനിക്ക് ഖേദം തോന്നിയത്. അത് ഞാൻ വിട്ടുകളയാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ആ പാട്ടിന് കുട്ടന് മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. സ്വർഗവാതിൽ തുറക്കുന്ന വൈകുണ്ഠ ഏകാദശിക്ക് തന്നെ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞ എക്കാലത്തെയും ഭാവഗായകന് GPS മീഡിയയുടെ അശ്രുപൂജകൾ അർപ്പിക്കുന്നു.